അതുകൊണ്ടാണ് രമണ മഹർഷി പോലെയുള്ള മഹാത്മാക്കൾ അവർ നേരിട്ട് ഈ ഞാനിനെ അന്വേഷിച്ചു. ഞാനിൻ്റെ ആധാരം, കേന്ദ്രം അവർ കണ്ടെത്തിയെന്നർത്ഥം. അയമഹം കുതോ ഭവതി ചിന്വതഃ അയി പദത്യഹം നിജ വിചാരണം. ഈ തൻ്റെ സ്വരൂപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പോയാൽ, ഈ ഞാനാരെന്ന് അന്വേഷിക്കാൻ പോയാൽ, ഈ ഞാനെന്ന തോട്ട് എവിടെ നിന്ന് ഇരിക്കുന്നു എന്ന് അതിൻ്റെ ഉറവിടത്തിലേക്ക്, ഒറിജിനേറ്റിംഗ് പോയിന്റിലേക്ക് നമ്മൾ ശ്രദ്ധിക്കാൻ നോക്കൂ. ആ നിമിഷം ഈ ചിന്തയെ കാണാണ്ടാവും. അത്രേ ഈ പദത്യഹം, ആശ്ചര്യം, ഈ ഐത്തോട്ട് കാണാണ്ടാവും. ആ അഹം വീണു പോകുമ്പോഴാണ് യഥാർത്ഥ അഹം, യഥാർത്ഥ ഞാനെന്നതിൻ്റെ യഥാർത്ഥ, നമ്മുടെ ഓരോരുത്തരുടെ യഥാർത്ഥ സ്വരൂപമായ ആ പരമ്പൊരുൾ പരിപൂർണ സത്തയിൽ വെളിപ്പെടുക, പ്രകാശിക്കുക എന്നർത്ഥം. ഇതാണ് ബ്രഹ്മാവ് അന്വേഷിച്ചു പോയി വളരെ കാലം എന്നൊക്കെ പറയണതേ. ബ്രഹ്മാവ് താമരയിലിരുന്നു ആദ്യം സൃഷ്ടിയുടെ ആദിയിൽ. നമ്മൾ ഈ കഥ കേട്ടിട്ട് മിണ്ടാണ്ടിരിക്കുക. അങ്ങനെ കഥ കേട്ട് കഥയില്ലാണ്ടാവുക അറിയില്ലേ. ബ്രഹ്മാവ് ഒരു താമരയിലിരുന്നു. അവിടെ അദ്ദേഹം 4 ഭാഗത്തേക്ക് നോക്കിയപ്പോൾ 4 തല വന്നു. ഹൈ, കുട്ടിക്കാലത്തൊക്കെ വിശ്വസിക്കൂലേ? അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു തല, ഇങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു തല, പുറകിലേക്ക് നോക്കുക അവിടെ ഒരു തല. എന്നിട്ടോ താനാരാ, ഈ താമര ആരാന്ന് അന്വേഷിക്കാൻ തുടങ്ങി. അത്രയാണ്. എന്നിട്ടോ 100 വർഷക്കാലം ഈ താമരത്തണ്ടിൻ്റെ ഉള്ളിലൂടെ സൂക്ഷ്മശരീരം സ്വീകരിച്ചു, സൂക്ഷ്മശരീരിയായിട്ട് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി അന്വേഷിച്ചു. ഒരെത്തും പിടിയും കിട്ടിയില്ല. അവസാനം തിരിച്ചു വന്നപ്പോൾ തപതപേരി വൈഹായസീ മേനം വാണി മഹുശ്രുമ എന്നാണ്. തപസ് ചെയ്യൂ ബ്രഹ്മാവേ എന്ന് അശരീരിയായിട്ട് പ്രേരണ കിട്ടി ഭഗവാന്റെ. ഉടനെ അന്തർമുഖമായിട്ട് ധ്യാനിച്ചു, വിചാരം ചെയ്തു. അപ്പോഴോ തനിക്കും താമരയ്ക്കും ആധാരമായിരിക്കുന്നത് ആ പാലാഴിയിൽ പള്ളികൊള്ളുന്ന, അനന്തൻ്റെ മേൽ പള്ളികൊള്ളുന്ന ആ മഹാവിഷ്ണുവാണ് എന്ന് കാണാൻ സാധിച്ചു എന്നാണ് കഥ. എന്നിട്ട് പറഞ്ഞു, ഞാനല്ലേ ഉള്ളൂ ഇവിടെ, ഞാനല്ലാതെ ഇവിടെ ഒന്നുമില്ല, അങ്ങുമില്ല, മറ്റൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ എന്നിൽ നിന്ന് ഭിന്നമായി അങ്ങുണ്ട് എന്നുള്ള തോന്നലാണ് അങ്ങയ്ക്ക് അഭിമാനമുണ്ടാവാൻ കാരണം. അതുകൊണ്ടാണ് അങ്ങ് കർമ്മം ചെയ്യുമ്പോൾ കർമ്മത്തിൽ കുടുങ്ങുന്നു എന്നൊക്കെ വിചാരിക്കാൻ കാരണം. വാസ്തവത്തിൽ ഇത് ഓർമ്മിച്ചാൽ മതി, ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ഞാനല്ലാതെ പിന്നൊന്നുമില്ല എന്ന് ഓർമ്മിച്ചോളാൻ ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്തു എന്നാ. എന്ന് പറഞ്ഞാൽ ഈ ബ്രഹ്മാവിൻ്റെ 4 മുഖം, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്ന അന്ധക്കരണ ചതുഷ്ടയമാണ്, അന്ധക്കരണമാണ്. ആ അന്ധക്കരണത്തിലെ അതിൽ അഭിമാനിക്കുന്ന ഞാനെന്ന ആ ജീവഭാവം, ആ അന്ധക്കരണത്തിലെ ആദ്യത്തെ ചിന്തയാണ് ഞാൻ. അത് ജഡമാണ്. ആ ആത്മാവിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ പ്രതിഫലനം അതിലുണ്ടാകുമ്പോഴാണ് ആ പ്രതിഫലന ചൈതന്യവും ഈ അഹംവൃത്തിയും കൂടി ചേർന്ന് സചേതനമായൊരു വ്യക്തിത്വം ഉണ്ടാകുന്നത് നമ്മൾ ആത്മബോധത്തിൽ കണ്ടു. ആത്മന സച്ചിദംശ്ച ബുദ്ധേർവൃത്തിരിദ്വയം സംയോജ്യ. എങ്ങനെ സംയോജിക്കുന്നത്? അവിവേകേന. എന്നിട്ടാണ് ഞാൻ എന്നുള്ള ഒരു വ്യക്തിത്വം നമ്മളിൽ ഉടലെടുക്കുന്നത് എന്നർത്ഥം. അപ്പോൾ കോൺഷ്യസ്നെസ്സിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടായി അന്ധകരണത്തിൽ. ഉടനെ ഒരു തോട്ട് ഉയർന്നു, തോട്ട്. ആ റിഫ്ലക്റ്റഡ് കോൺഷ്യസ്നെസ്സും ഐത്തോട്ടും തമ്മിലുള്ള അസോസിയേഷൻ കൊണ്ട് ഈ ഐത്തോട്ട്, ഈ അഹങ്കാരം, ഈ ജീവൻ എല്ലാത്തിലും അങ്ങനെ അഭിമാനം വെച്ചുകൊണ്ട് ഇരിക്കുക. ആ ഞാനാണ് അന്വേഷിക്കണത്. ആ ഞാനാണ് ഇപ്പോഴത്തെ ഞാൻ എവിടെ നിന്നുണ്ടായി, ഞാനാരാ അങ്ങനെ അന്വേഷിച്ച് പോകണു. വളരെ കാലം അന്വേഷിച്ചിട്ടും പുറത്ത് അന്വേഷിച്ചാൽ കാണില്ലേ. പുറത്താണല്ലോ അന്വേഷണം നടത്തുന്നത് നമ്മൾ. അവസാനം തപസ് ചെയ്തു, അന്തർമുഖമാക്കി, ഇന്ദ്രിയ മനസ്സുകളെ അന്തർമുഖമാക്കിയിട്ട് വിചാരം ചെയ്തു. അപ്പം എന്തായി? ഈ വൃത്തികൾക്കുടെ ആധാരത്തിലെത്തി. ഈ ചിന്തകൾ ഓരോന്നും പൊന്തി മറയണത് എവിടെയാണ്? അവിടെ എത്തിയപ്പോഴോ സത്വഗുണപ്രധാനമായ ആ അന്ധക്കരണത്തിൽ. അവിടെയാണല്ലോ ഈ ധ്യാനം ചെയ്യാൻ പറ്റുള്ളൂ, വിചാരം ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് പാലാഴി. അവിടെയോ അനന്തൻ. നാം കണ്ടു ഇതിനു മുമ്പേ തന്നെ. ആദിയും ഇല്ലാത്തതും, ആദിയുള്ളതിന് അന്തമുണ്ട്, ആദിയും അന്തവും ഇല്ലാത്തത്. മീൻസ് ആദിയും അന്തവും കാലത്തിൻ്റെ ഉള്ളിലുള്ളതിനേ ഉള്ളൂ. അതുകൊണ്ട് കാലാതീതമായ, ബിയോണ്ട് ടൈം, കാലദേശങ്ങൾക്ക് അതീതമായി, കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തമായിരിക്കുന്ന ആ അഖണ്ഡ ചൈതന്യം, അഖണ്ഡബോധം, പരമാത്മതത്വം, സർവവ്യാപി. സ്വാഭാവികമായിട്ടും കാലദേശങ്ങൾക്ക് അതീതമായത് ഇല്ലാത്ത കാലം ദേശം ഉണ്ടാവാൻ പറ്റുമോ? സർവ്വവ്യാപിയായില്ലേ പറ്റുള്ളത്. മഹാവിഷ്ണു എന്ന് പറഞ്ഞാൽ എന്താ? ഒരിടത്തിരിക്കണം 4 കാലുള്ള ഒരാളല്ല, പിന്നെയോ സർവ്വവ്യാപിയായ തത്വം. അതാണ് തൻ്റെ ഉറവിടം. അതിൽ നിന്നാണ് ഈ ഐത്തോട്ട് ഉയരണത് എന്ന് മനസ്സിലായിന്ന് നമ്മളിത് തിരിച്ചറിയേണ്ടത്. അപ്പോൾ ഈ വ്യവഹാരത്തിൽ മഹാത്മാക്കളും ഞാനെന്ന് പദം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് അതിൽ ഈ ദേഹത്തിൽ അഭിമാനമില്ല. അതൊരു ആഭാസമാണ്, ഒരു അപ്പിയറൻസ്, ഒരു പ്രതീതി മാത്രമേ ഉള്ളൂ എന്നർത്ഥം. അത് അവരെ ബന്ധിക്കുന്നില്ല. കാരണം അവർക്കറിയാം ആ യഥാർത്ഥ അഹം എന്താണെന്ന്. അതറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണ് ബ്രഹ്മാദികളൊക്കെ സൃഷ്ടി നടത്തിയത്. നമ്മളും ഈ ലോകത്തിൽ കർമ്മം ചെയ്യുമ്പോൾ ഇത് ഓർമ്മിക്കണം. ഇത് ഓർമ്മിക്കാണ്ട് കർമ്മം ചെയ്യണോണ്ടാണ് ഈ അഹം മനസ്സിലുള്ള അന്യചിന്തകളിൽ കയറി കുടുങ്ങി സുഖി ദുഃഖിയായി വിഷമിക്കുന്നത്. ഈ ദേഹത്തിൽ കയറി കുടുങ്ങി അഭിമാനിച്ചുകൊണ്ട് ഇതിൻ്റെ ധർമ്മങ്ങൾ, ഗുണങ്ങളൊക്കെ എന്നിൽ ആരോപിച്ചിട്ട് ഞാനിങ്ങനെ എന്നൊക്കെ നമ്മളിന്ന് വ്യവഹരിക്കുന്നതെന്നർത്ഥം.
ആത്മബോധത്തിൽ ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അല്ലേ? അജ്ഞാനാത് മാനസോപാധേഹേ കർത്തൃത്വാദീനി ജാത്മനി. ഈ അജ്ഞാനം കൊണ്ട്, അവിവേകം കൊണ്ട് മനസ്സിൻ്റെ ധർമ്മങ്ങളാവുന്ന സുഖം, ദുഃഖം, കർത്തൃത്വം, ഭോക്തൃത്വം എല്ലാം തന്നിൽ ആരോപിച്ചിട്ട് ഞാൻ സുഖീ ദുഃഖിയാവുന്ന അർത്ഥം. ദേഹധർമ്മങ്ങൾ തന്നിൽ ആരോപിക്കണം എന്നിട്ടോ. ഞാൻ ജനിക്കുന്നു, ഞാൻ മരിക്കുന്നു, ഞാൻ തടിക്കുന്നു, ഞാൻ മെലിയുന്നു, ഞാൻ സുഖേടുകാരൻ, ഞാൻ അങ്ങനെ, ഞാൻ ഇങ്ങനെ എന്നൊക്കെ ഈ വ്യവഹാരത്തിൽ താൻ വിഷമിച്ചു കൊണ്ടിരിക്കണമെന്നർത്ഥം. ഇതിനൊക്കെ കാരണം എന്താ? യഥാർത്ഥ സ്വരൂപം ഹൃദയത്തിലെ ജന്തുക്കളുള്ളിൽ വിലസിയിടുന്ന നിൻ ഉടയ, നിന്റെ ആ ഉടയ ബന്ധം, നിന്നോടുള്ളതായ ബന്ധം, ഈശ്വരൻ്റെ ബന്ധം വിട്ടാ കഴിഞ്ഞു. നമ്മളില്ല പിന്നെ ഈ അഹല്യ. അപ്പം ആ ബന്ധം വിടാതെ സമസ്തത്തിലും പ്രഭു വിളികൊള്ളുന്നു. ഈ മൈക്കിലുണ്ട് ഭഗവാൻ. എങ്ങനെയുണ്ട്? മൈക്ക് ഉണ്ടോ ഇല്ലയോ? ഉണ്ട് അല്ലേ? മൈക്കിന് ഉണ്മയായിട്ടിരിക്കണം. നമ്മളിലോ ഇതായിരിക്കുന്നു, ഓരോ ചിന്തയ്ക്കും പുറകിൽ പ്രകാശിപ്പിച്ചുകൊണ്ട് സാക്ഷിയായിട്ടിരിക്കുന്നു ആ മഹാപ്രഭു, ആ സർവേശ്വരൻ. പക്ഷേ ഇതറിയാൻ മനുഷ്യൻ ശ്രമിക്കണില്ല. കഷ്ടം, എന്ത് ചെയ്യാം? ഇതാ വീണ്ടും ഇവിടെ പറയണത്. അതുകൊണ്ട് ഇത് മനസ്സിലാക്കി ഈ ലോകത്തിൽ ഒന്നിനോടും വിദ്വേഷം വയ്ക്കാതെ ഒരേ നൂലിൽ കോർത്തിട്ടുള്ള വ്യത്യസ്ത പുഷ്പങ്ങളെ കൊണ്ടുണ്ടാക്കിയൊരു ഹാരം, വാസ്തവത്തിൽ ആ മഹാപ്രഭുവിൻ്റെ മാറിൽ അണിഞ്ഞിരിക്കുന്ന ഒരു വനമാല എന്ന് വിചാരിക്കുക. ആ വനമാലയിലെ പുഷ്പങ്ങൾ തമ്മിൽ ശണ്ട പണയാൻ പോയാലോ? ഗുരുവായൂരപ്പൻ്റെ മാറിലൊരു വനമാല, അതിലുള്ളൊരു പുഷ്പം നീയോ? മത്സരം വയ്ക്കാൻ പോയി എങ്ങനെ ഉണ്ടാവും? ഇതുപോലെ ഇപ്പം നമ്മൾ മത്സരിക്കണത് പ്രപഞ്ചത്തിലെ ഓരോന്നും ഓരോ പുഷ്പമാണ്. അതിൽ കോർത്തക്കണത് ആ നൂല ഭഗവാൻ. ഇത് നമ്മൾ മറന്നേ പോകുന്നു എന്നർത്ഥം. ഈ ലോകത്തിലൊന്നിനും ആ ഭഗവത് സാന്നിധ്യത്തെ കൂടാതെ നിലനിൽപ്പില്ല എന്നർത്ഥം. മത്തപരതരെന്ന അന്യത് കിഞ്ചിത് അസ്തി ധനഞ്ജയ. ഇതൊക്കെ ഭഗവാൻ ഓർമ്മിപ്പിച്ചിട്ടുള്ളതാണ്. എന്നെ കൂടാതെ ഇവിടെ ഒന്നുമില്ല, ഞാൻ തന്നെ എല്ലാമായിരിക്കുന്നു. രണ്ട് പ്രകൃതിദ്വാരേണ ഞാൻ ഈ സമസ്ത ജഗത്തുമായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. 7-ാം അധ്യായത്തിൽ പറഞ്ഞു, ഭൂമിരാപോനലോ വായു ഖം മനോ ബുദ്ധിരേവര അഹങ്കാര ഇരീയമ്മേ ഭിന്ന പ്രകൃതിരഷ്ടത. കാണപ്പെടുന്ന, മാറുന്ന, നശ്വരമായ സമസ്ത പദാർത്ഥങ്ങളും ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കിയത്. അതിൽ ആ പഞ്ചഭൂതം കൊണ്ടുണ്ടാക്കിയ ഒരു കട്ട ഇത്. എന്നിട്ട് ഇതിൽ ഒരു മനസ്സും ബുദ്ധിയും, അതിൽ ചൈതന്യം ഉണ്ടായപ്പോൾ ഒരു അഭിമാനം, ഞാനെന്നൊരു അഹങ്കാരവും എട്ടണം വന്നു. എന്നിട്ടോ ഹപര ഇതം അപരേയമിതസ്തുന്യം പ്രകൃതിം വിദ്ധിമേ പരാം ജീവഭൂത മഹാബാഹോ ഏതം ധാരിതേ ജഗത്. ഇതിനൊക്കെ പ്രവർത്തിപ്പിക്കുന്ന അതിലെ ചൈതന്യം, ആ ബോധം ഞാൻ, എൻ്റെ പരാപ്രകൃതി. ഏതത് യോനീനി ഭൂതാനി സർവാണീതി ഉപധാരയാ പറഞ്ഞു അല്ലേ? ഈ കാണപ്പെടുന്ന സമസ്ത ജഗത്തും ഈ രണ്ട് പ്രകൃതി മുഖാന്തരമാണ്. ഈ രണ്ട് പ്രകൃതിയും എൻ്റെ ആയതുകൊണ്ടോ എന്നിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല. മത്തസ്പരതരം അന്യത്, ഞാൻ തന്നെയെല്ലാം. ഇതൊക്കെ നമ്മൾ മനനം ചെയ്യേണ്ടതാണ്, വിചാരം ചെയ്യേണ്ടതാണ്. ശ്ലോകങ്ങൾ വെറുതെ വായിക്കാനുള്ളതല്ല. ഇതെന്താ പറയണത്? ആ ഭഗാപ്രഭു തന്നെ ഇതെല്ലാം എല്ലാമായിരിക്കണമെന്നർത്ഥം. ഇതന്നെ ഈ 7-ാം അധ്യായത്തിൻ്റെ തുടർച്ചയാവുന്ന 13-ാം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു. അവിടെ ക്ഷേത്രം എന്നും ക്ഷേത്രജ്ഞൻ എന്നും പറഞ്ഞു ഭഗവാൻ അല്ലേ? മാറുന്നതൊക്കെ ക്ഷരമായതൊക്കെ ക്ഷേത്രം, അതിനെ പ്രവർത്തിപ്പിക്കുന്ന, അതിനെ അറിയുന്ന ചൈതന്യം ക്ഷേത്രജ്ഞൻ. ഈ യാവൽ സഞ്ചായതേ കിഞ്ചിത് സത്വം സ്ഥാവരജംഗമം ക്ഷേത്രജ്ഞ സംയോഗാത് തദ്വിദ്ധി ഭരതർഷഭ. ഈ കാണപ്പെടുന്ന സമസ്ത ജഗത്തിൽ എന്തൊക്കെയുണ്ടോ ഇതൊക്കെ ക്ഷേത്രത്തിൻ്റെയും ക്ഷേത്രജ്ഞൻ്റെയും സംയോഗം കൊണ്ടുണ്ടായതാ, വേറെ ഒന്നുമില്ല. എത്രയർത്ഥം എന്ന് എവിടെയൊക്കെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഈ ശ്ലോകത്തിൽ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് അർത്ഥം. കഥകളൊക്കെ പറഞ്ഞിട്ട് ഭഗവാൻ വീണ്ടും കാര്യത്തിലേക്ക് വരിക ഈ ശ്ലോകങ്ങളിലൂടെ. ഇപ്പം ജന്തുക്കളുള്ളിൽ വിലസിയിടുന്ന നിന്നുടയ ബന്ധം വിടാതെ പരിപൂർണാത്മനാ സതതം. സമസ്ത ചരാചരങ്ങളിലും അവിടുന്ന് ഉണ്ടെങ്കിലും ആ ചരാചരങ്ങളുടെ ആ ഉള്ളിൽ പ്രവേശിച്ചതുകൊണ്ട് അവിടുത്തെ പരിപൂർണതയ്ക്ക് വല്ല കുറവും വന്നോ? പരിപൂർണാത്മനാ സതതം, അവിടുന്ന് എപ്പോഴും പരിപൂർണനായി തന്നെ ഇരിക്കുന്നത്. പാത്രങ്ങളിൽ, ആയിരക്കണക്കിന് പാത്രങ്ങളിലോ ആയിരക്കണക്കിന് മുറികളിലോ ആകാശം പ്രവേശിച്ചതുകൊണ്ട് അത് പരിമിതമായോ? അതിൻ്റെ പരിപൂർണതയ്ക്ക്, ആകാശത്തിൻ്റെ പരിപൂർണതയ്ക്ക് വല്ല ഹാനിയും കോട്ടവും തട്ടിയോ? ഇല്ല, അപ്പോഴും പരിപൂർണമായി തന്നെ ഇരിക്കുന്നു അർത്ഥം. പക്ഷെ അജ്ഞത കൊണ്ട് പാത്രത്തിൽ അഭിമാനിച്ചിട്ട് ഞാൻ കുടുങ്ങിയെന്ന് എങ്ങാൻ ആ പാത്രത്തിലെ ആകാശം വിചാരിച്ചാൽ അതിൻ്റെ ദുരിതം, കഷ്ടകാലം. ഇതുപോലെ ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും നർത്ഥം. അതുകൊണ്ട് ഓരോരുത്തരുടെ ഉള്ളിലുള്ള ആ പ്രഭുവിനെ അറിയൂ. ഓരോ ചിന്തകളുടെയും പുറകിൽ ചിന്തകളാണ് മറ. ആ ചിന്തകൾക്ക് തൊട്ട് പുറകിൽ സാക്ഷിയായിരിക്കുന്നു ആ മഹാപ്രഭു എന്നർത്ഥം. ഇങ്ങനെ ആ ഭഗവാന്റെ മഹിമ, ആ ഭഗവത് സ്വരൂപമില്ലെങ്കിൽ യാതൊന്നിനും നിലനിൽപ്പില്ല. സമസ്ത പ്രപഞ്ചാകാരേണ ആ മഹാപ്രഭു തന്നെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. ഇതാണ് ഈ ഹരിനാമകീർത്തനത്തിൻ്റെ തുടക്കം മുതൽ പലയിടത്തും അടിക്കടി ഓർമ്മിപ്പിച്ചത്. ഇടയ്ക്കിടയ്ക്ക് ലക്ഷ്യം ഓർമ്മിപ്പിക്കുക, മറന്നു പോകാതിരിക്കാൻ അർത്ഥം. പിന്നെ പറഞ്ഞു, ഈ പ്രപഞ്ചം മുഴുവനും ശബ്ദത്തിൽ നിന്നുണ്ടായി എന്നാണ് നമ്മുടെ ശാസ്ത്രം.
മറ്റു മതങ്ങളിലും ഉണ്ട്. ആദിയിൽ വചനമുണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ? ഇവിടെ എങ്ങനെ തന്നെയാണ്? എന്താ ഉണ്ടായത്? പരമാത്മ ഭഗവാനിൽ പ്രപഞ്ചമില്ലല്ലോ. ആ പ്രപഞ്ച ഭഗവാനിൽ നിന്ന് ആദ്യം ഉണ്ടായത് എന്താ? ശബ്ദം ഉണ്ടായിന്നാണ് പറഞ്ഞു. ശബ്ദാത് വ്യോമ തതസ്സർജിത വിഭോ. സൃഷ്ടി പ്രക്രിയയെക്കുറിച്ച് പറയുമ്പോൾ ഭട്ടേരി പറയും, ആദ്യമുണ്ടായി ശബ്ദം. ശബ്ദാത് വ്യോമ, ശബ്ദത്തിൽ നിന്ന് ആകാശം ഉണ്ടായി. ആകാശത്തുനിന്ന് ഗന്ധമുണ്ടായി, ഗന്ധത്തു നിന്ന് വായു ഉണ്ടായി, വായുവിൽ നിന്ന് രൂപമുണ്ടായി, രൂപത്തു നിന്ന് അഗ്നി ഉണ്ടായി, അഗ്നിയിൽ നിന്ന് രസമുണ്ടായി, രസത്തു നിന്ന് ജലം ഉണ്ടായി അല്ലേ? ജലത്തു നിന്ന് ഗന്ധമുണ്ടായി, ഗന്ധത്തു നിന്ന് പൃഥ്വി ഉണ്ടായി. ഇതാ അതിൻ്റെ ക്രമം. ശബ്ദസ്പർശരൂപരസഗന്ധം. അപ്പം ആദ്യം ഉണ്ടായത് ശബ്ദമാണ്. അവിടെ ഈ പ്രപഞ്ചത്തിൽ മുഴുവനും ശബ്ദം, അതായത് ഓങ്കാര ശബ്ദമാണ് അത്രയുള്ളതെന്ന് അർത്ഥം. നാദ ഉപാസന അഥവാ നാദ ബ്രഹ്മ ഉപാസന ഈ പരമാത്മതത്വത്തെ എളുപ്പം നമുക്ക് അനുഭവപ്പെടുത്തി തരുന്നതാണ്. അതുകൊണ്ടായിരിക്കാം തുടക്കത്തിൽ ഓങ്കാരം ആ പരമാത്മാവിൻ്റെ പ്രതീകമായി പറഞ്ഞിട്ടാണല്ലോ ഗ്രന്ഥം ആരംഭിച്ചത്. ഇവിടെ ഝങ്കാരനാദം എന്ന് പറയണു. നമ്മൾ ഓരോരുത്തരും കാതിൽ നിശബ്ദമായിരുന്നുകൊണ്ട് കാതിൻ്റെ രണ്ടിൻ്റെ ഉള്ളിൽ വിരലിട്ടിട്ട് കുറേ നേരം മിണ്ടാണ്ടിരുന്ന ആ ഓങ്കാരം ഉള്ളിൽ മുഴങ്ങണേക്കാം. ശംഖ് എടുത്ത് അടച്ചു വെച്ച് നോക്കി, ശംഖിൻ്റെ ഉള്ളിലും ഓങ്കാരനാദം അത്രയും മുഴങ്ങണത്. ഈ പ്രപഞ്ചത്തിൽ മുഴുവനും ഓങ്കാരധ്വനി അത്രയെന്നർത്ഥം. സമുദ്രത്തിൽ തിരകളടിക്കണ്ടല്ലോ, ശരിക്കും അത് ഓങ്കാരധ്വനി അത്രയെന്നർത്ഥം. എല്ലായിടത്തും ആ ഓങ്കാരസ്വരൂപിയായ പ്രഭു നിറഞ്ഞു നിൽക്കണ്ടല്ലോ, അത് ദ്യോതിപ്പിക്കുകയാണത്ര ഈ ശബ്ദങ്ങൾ. അതുകൊണ്ട് തന്നെ ആ പരമാത്മസ്വരൂപത്തെ സാക്ഷാത്കരിക്കാനുള്ള ഉപായം നാദ ഉപാസനയാണ്, ശബ്ദമാണ്. അതാണ് ഈ മന്ത്രങ്ങൾക്കുള്ള പ്രാധാന്യം. രൂപത്തെക്കാളും എളുപ്പമാണത്രേ നാമത്തിലൂടെ നാം മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് ആ സത്യസ്വരൂപത്തിലേക്ക് പോകാമെങ്കിൽ ആ സാധന. രണ്ട് സാധനയുണ്ട്, രൂപസാധനയും നാമസാധനയും. നമുക്ക് ഒന്നിലോ ഇഷ്ടദേവൻ്റെ രൂപത്തെ ധ്യാനിക്കാം, അല്ലെങ്കിൽ ഇഷ്ടദേവൻ്റെ മന്ത്രത്തെ ധ്യാനിക്കാം, നാമത്തെ ജപിക്കാം അല്ലേ? ഇതിൽ ഒരു നിലയ്ക്ക് നോക്കിയാൽ എളുപ്പം രൂപമല്ല നാമ. രൂപം നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റില്ല, പക്ഷെ നാമം നമുക്ക് സ്വാധീനത്തില. ഇപ്പോൾ ഓങ്കാരം നമ്മൾ നീട്ടി ഉച്ചരിക്കുന്നു. എന്നിട്ട് ഓങ്കാരത്തിൻ്റെ ശബ്ദത്തിൽ നമ്മുടെ മനസ്സിൻ്റെ ശ്രദ്ധയെ നിർത്തുന്നു. എന്നിട്ടോ ആ ശബ്ദത്തിലൂടെ മനസ്സിനെ അങ്ങനെ അങ്ങോട്ട് നയിക്കുക. ആ ശബ്ദം അങ്ങനെ ഉയർന്ന് മുഖരിതമാവുന്നു. ശംഖ് വിളിക്കുന്ന പോലെ തന്നെ ഓങ്കാര ശംഖ് സാവധാനത്തിൽ ഉയർന്ന് വലിയൊരു മുഴക്കമുണ്ടായിട്ട് അവസാനം ചെറുതായി അങ്ങനെ അനന്തതയിൽ വിലയിക്കും. ഇതുമാതിരി തന്നെ ഓങ്കാരം ജപിക്കേണ്ടത്. അപ്പം എന്തായി? അതിങ്ങനെ മുഴങ്ങി അവസാനം ആ നിശബ്ദതയിൽ അങ്ങനെ പോയി വിലയിക്കുകയും അതൊരു ധ്വനിയാവുണ്ട് അവസാനം അല്ലേ? ഓങ്കാരം നോക്കൂ, ആലോചിച്ച് നോക്കൂ, ഒരു ഹമ്മിങ് അപ്പ് സൗണ്ട് നോക്കൂ. ഓം അല്ലേ? ഓം ഒരു ഹമ്മിങ് അപ്പ് സൗണ്ട് അല്ലേ? ഉണ്ട്. അപ്പോൾ മുഴങ്ങുന്ന ഓങ്കാര സൗണ്ടിൽ ശ്രദ്ധയെ കേന്ദ്രീകരിച്ച് അവസാനം ആ ശ്രദ്ധയെ ആ ശബ്ദം അങ്ങനെ അലിഞ്ഞലിഞ്ഞലിഞ്ഞില്ല ഹമ്മിങ് അപ്പ് സൗണ്ടിലും അത് അവസാനം ഒരു ധ്വനിയായി, അവസാനം ഒരു നാദമായി, അവസാനം ഒരു ബിന്ദുവായി, അവസാനം ഒരു കലയായി, അവസാനം ഒരു അവ്യക്തമായ ഏതോ നിലയ്ക്ക് അങ്ങോട്ട് അലിഞ്ഞു പോകുന്നു. ആ മനസ്സിനെ അങ്ങോട്ട് വിടുന്നു. ഈ ശബ്ദത്തിലൂടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ആ മനസ്സങ്ങനെ ആ ശബ്ദത്തിലൂടെ, ശബ്ദം ഏതൊരു ആധാരത്തിൽ നിന്ന് പൊന്തി, അത് പരാശക്തി അല്ലെങ്കിൽ പരബ്രഹ്മ, പ്രത്യക്ഷി രൂപ എന്നൊക്കെയാണ് ലളിതാ സഹസ്രനാമത്തിൽ വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് അല്ലേ? പരാ, പശ്യന്തി, മധ്യമ, വൈഖരി, ഇങ്ങനെ 4 സ്റ്റേജാണത്ര ശബ്ദത്തിന്. ആ ശബ്ദം അതുകൊണ്ട് എളുപ്പമാണ് ഈ ഭഗവത് സ്വരൂപത്തെ സാക്ഷാത്കരിക്കാൻ. നാദ ഉപാസകന്മാരൊക്കെ അതുകൊണ്ടാണ് നാദത്തെ വിളിച്ചുകൊണ്ട് ആ നാദത്തിൽ മനസ്സിനെ മുഴുക്കിക്കൊണ്ട് അങ്ങനെ ലയത്തിലെത്തുമ്പോൾ അവരും ലയിക്കും. ശരിക്കും നല്ല ഭാഗവതന്മാരൊക്കെ ഓഡിയൻസിനെ മുഴുവൻ ആ ലയത്തിലേക്ക് കൊണ്ടുപോകും. എല്ലാവരും ആയിരിക്കും അവിടെ. കുറേ നേരത്തേക്ക് ദേഹബോധമൊന്നും ഉണ്ടാവില്ല എന്നർത്ഥം. അപ്പം എന്താ? പര എന്ന് പറഞ്ഞാൽ പരമാത്മസ്വരൂപമാണ്. അവിടെ ഉണ്ടായ ഫസ്റ്റ് ചലനമാണ് ആ ചെറിയ ശബ്ദത്തിൻ്റെ ഉറവിടം. പര, പശ്യന്തി എന്ന് പറയുമ്പോൾ ഒരു ചിന്തയായിട്ടുള്ളിൽ വന്നു, ഒരു ശബ്ദമായിട്ട് ഇങ്ങനെ പൊന്തി. മധ്യമ ഇടയ്ക്ക് പുറത്തേക്ക് വന്നിട്ടില്ല, എന്നാൽ ഉള്ളിൽ ആ ആശയമായി നിൽക്കണു, അതിനിടയിലുള്ള ഭാവം. വൈഖരി ആയപ്പോൾ നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ പറഞ്ഞ ശബ്ദം, കേൾക്കുന്ന ശബ്ദം വൈഖരി ശബ്ദമാണ്. ഓം എന്ന് ഉച്ചരിക്കുമ്പോൾ അത് വൈഖരിയാണ്. അപ്പം നമ്മൾ സംസാരത്തിൽ വ്യവഹാരത്തിൽ ഉപയോഗിക്കുന്നത് ആ ശബ്ദത്തിൻ്റെ പേര് വൈഖരി എന്ന്. വൈഖരി നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ.
മധ്യമയും പശ്യന്തി ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. അത് ആ സൗണ്ട് എന്ത് ചെയ്യണു, ആ ശബ്ദം എവിടെ നിന്ന് പൊന്തി വന്നു അവിടേക്ക് തിരിച്ചു പോവുക, ആ ഉറവിടത്തിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അതാണ് ഈ നാദ ഉപാസനയുടെ ഒരു മെച്ചം. നാമോപാസനയും മന്ത്രോപാസനയും ഓങ്കാരോപാസനയൊക്കെ ഇതിലേക്ക് തന്നെ നമ്മെ നയിക്കണത് കേട്ടോ. അതിൻ്റെയൊക്കെ പിറകിലുള്ള താല്പര്യം ഇതാ. അപ്പം എന്തായി, ബാഹ്യമായ ശബ്ദ കോലാഹലങ്ങളിലല്ലേ നമ്മുടെ ശ്രദ്ധ അന്ന് കുടുങ്ങി നിൽക്കണത്. അവിടെ നിന്ന് ഈ മന്ത്രശബ്ദത്തിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവന്നു. അവസാനം ആ മന്ത്രശബ്ദം അങ്ങനെ ഏതൊരാധാരത്തു നിന്ന് പൊന്തി വന്നു അതിലേക്ക് തിരിച്ചു മടങ്ങുക അല്ലേ. അവസാന ശബ്ദം അലിഞ്ഞലിഞ്ഞലിഞ്ഞലിഞ്ഞലിഞ്ഞലിഞ്ഞലിഞ്ഞാണ്ടായി നിശബ്ദതയിൽ. ആ നിശബ്ദതയിൽ യു പ്ലേസ് ഫസ്റ്റ് ചാൻറ്റ് ദ ഓങ്കാര, അല്ലെങ്കിൽ ഓങ്കാര അല്ലെങ്കിൽ ഓം നമ ശിവായനോ ഓം നമോ നാരായണ, ഏത് മന്ത്രമാവട്ടെ ഇവിടെ. അപ്പോൾ ഓം നമോ നാരായണായ, ആ ശബ്ദം അലിഞ്ഞു പോകാൻ നിശബ്ദതയിലേക്ക് മനസ്സിനെ നയിക്കൂ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, ചാൻത ഓം അല്ലെങ്കിൽ ചാൻത മന്ത്രം ചെൻറ്റ് ചെയ്യുക. പിന്നെ ട്രൈ ടു ലിസൺ ദാറ്റ് സൗണ്ട്, ആ ശബ്ദത്തെ കേൾക്കാൻ ശ്രമിക്കുക. ദെൻ സെൻഡ് യുവർ മൈൻഡ് വിത്ത് ദാറ്റ് സൗണ്ട്, മനസ്സിൻ്റെ ശ്രദ്ധയെ ആ ശബ്ദത്തിലേക്ക് നയിക്കുക. എന്നിട്ടോ ലെറ്റ് ദ സൗണ്ട് മെർജ് ഇൻ ടു ദാറ്റ് സൈലൻസ്, ആ ശബ്ദം അങ്ങനെ അലിഞ്ഞലിഞ്ഞലിഞ്ഞലിഞ്ഞ് നിശബ്ദത്തിൽ അങ്ങോട്ട് പോയി വിലയിക്കട്ടെ. ആൻഡ് പ്ലേസ് ദ മൈൻഡ് ഇൻ ദാറ്റ് സൈലൻസ്. ബോധപൂർവം നമ്മളായിട്ടൊരു ശബ്ദം, ഒരു ചിന്തയും ഒന്നും ചിന്തിക്കാണ്ട്, ഒന്നും ശബ്ദം ഉണ്ടാക്കാണ്ട് മിണ്ടാണ്ട് ആ ശബ്ദത്തിലേക്ക്, ആ ശബ്ദം അലിഞ്ഞു പോയ നിശബ്ദതയിൽ അങ്ങനെ ഇരിക്കട്ടെ. അപ്പം എന്തായി, ഓ അവിടെ ചിന്തയില്ല, അവിടെ യാതൊന്നുമില്ല, ശൂന്യം എന്നൊക്കെ നമുക്ക് തോന്നാൻ വേണമെങ്കിൽ പറയും. ഈ അവസ്ഥയിൽ നിന്നുണ്ട് ഈ ലഹളയുള്ള ശബ്ദം നമുക്കറിയുള്ളൂ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അതിനെ ശൂന്യെന്നോ നിശബ്ദതാന്നോ സൈലൻസ് എന്നൊക്കെ പറയാം. പക്ഷെ അതാണ് എല്ലാത്തിൻ്റെ ആരാധമായ പരാശക്തിയുടെ അനുഭവം, പരമാത്മാനുഭവം. ഇതാണ് നാദത്തിലൂടെയുള്ള ഉപാസനാ സമ്പ്രദായം എത്രയും അർത്ഥം. അപ്പം നാദസ്വരൂപമായിട്ട് ഭഗവാൻ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു, സർവ്വവ്യാപിയായ ഭഗവാൻ. അത് യോഗികൾക്കൊക്കെ അനുഭവമാകുന്നു എന്നർത്ഥം. അനാഹതധ്വനിയായിട്ടൊക്കെ ഉള്ളിൽ കേൾക്കും എന്നൊക്കെയാണ്. മനസ്സ് സൂക്ഷ്മമാകും തോറും പല ശബ്ദങ്ങളൊക്കെ കേൾക്കാം എന്നൊക്കെയാണ് യോഗസാധന അഭ്യസിക്കുന്നവർ പറയാറ്. അതെ, അതാണ് ഇവിടെ പറയണത്. വായിച്ചോ ഈ ശ്ലോകം. ചങ്കാരനാദമിവ യോഗീന്ദ്രരുള്ളിലുമോരോതുന്ന ഗീതകളിലും പാൽപയോധിയിലും ആകാശവീഥിയിലും ഒന്നായി നിറഞ്ഞരുളും ആനന്ദരൂപഹരി നാരായണായ നമഃ. നാരായണായ നമഃ. നാരായണായ നമഃ. നാരായണായ നമഃ. നാരായണായ നമഃ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമഃ. ചങ്കാരനാദമിവ യോഗീന്ദ്രരുള്ളിലുമോരോതുന്ന ഗീതകളിലും പാൽപയോധിയിലും ആകാശവീഥിയിലും ഒന്നായി നിറഞ്ഞരുളും ആനന്ദരൂപഹരി നാരായണായ നമഃ. നാരായണായ നമഃ. നാരായണായ നമഃ. നാരായണായ നമഃ. നാരായണായ നമഃ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമഃ. ഈ രൂപത്തിലൂടെ, രൂപം നമുക്ക് മനസ്സ് പെട്ടെന്ന് വന്നു വരില്ല. പക്ഷേ ഈ നാമത്തിലൂടെ അല്ലെങ്കിൽ ഓങ്കാര ജപത്തിലൂടെ മനസ്സിനെ ഇപ്രകാരം ആ ശാന്തതയിലേക്ക് നയിക്കുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും, അനുഭവിക്കാൻ കഴിയും. പരിശീലിച്ച് നോക്കൂ. വെറുതെ കുറേ ബുദ്ധി കൊണ്ട് പഠിച്ചിട്ട് കാര്യമില്ല. ദിവസവും കുറച്ച് സമയം ഇങ്ങനെ ഇരുന്ന് ജപവും, ഇത്ര ദിവസം നാമജപത്തിൻ്റെ മഹിമയൊക്കെ പറഞ്ഞൂലേ, ഈ നാമജപത്തിലൂടെ നമുക്ക് ആ സാക്ഷിയിലേക്ക് എത്താം, ആ ബ്രഹ്മഭാവത്തിലേക്ക് എത്താം, നമ്മിൽ ഓരോരുത്തരുള്ള ഭഗവത് സ്വരൂപത്തിലേക്ക് എത്താം. അതവിടെ പറയണതേ. ശങ്കാരനാദമിവ യോഗീന്ദ്രനുള്ളിലും, യോഗീന്ദ്രന്മാരുടെ ഉള്ളിൽ ശങ്കാരനാദമായിട്ട്, പിന്നെ അനാഹതധ്വനിയായിരുന്നു. ആ ശങ്കാരനാദം ഇവിടെ ചകാരം കൊണ്ട് ആരംഭിക്കുന്നതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ഓംകാരനാദം പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു.
പിന്നെയോ ഓതുന്ന ഗീതകളിലും ഗാനം ചെയ്യപ്പെടുന്ന ഗാനസാഹിത്യങ്ങളിലും വിവിധ രാഗങ്ങളുടെ രൂപത്തിൽ എന്താ ഉള്ളത്? ആ ഓങ്കാരം തന്നെ. പിന്നെ പാൽപയോധിയിലും പാലാഴിയിൽ തിരമാല അടിച്ചുകൊണ്ടിരിക്കുന്നു. ആ തിരമാലകളും ഈ ഓങ്കാര ശബ്ദത്തെ ഉണ്ടാക്കുന്നത്. പാലാഴിയിലേക്ക് നമ്മൾ പോകണ്ട, നമ്മൾ ഈ കടപ്പുറത്ത് പോയി നോക്കൂ, നിശബ്ദമായി നോക്കൂ, ഓങ്കാരധ്വനി കേൾക്കാം. ശ്രദ്ധിച്ചിരുന്നാൽ ഓങ്കാരമാണത് പാടുന്നത് അത്രേ. എന്തിന് നമ്മൾ ഓരോ നിമിഷവും ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ പോലും സോഹം സോഹം എന്ന് പറയണമെന്നാണ് ശിവാനന്ദ സ്വാമികൾ പറയാം. ഓങ്കാരം അത്ര നടക്കുന്നത്. നമുക്ക് അത്ര സൂക്ഷ്മതയില്ലാതുകൊണ്ട് നമ്മൾ അറിയണില്ല എന്നർത്ഥം. ആകാശവീഥിയിലും ആകാശമാർഗത്തിലും സദാ ഛങ്കാരമായിട്ട് ഓങ്കാരനാഥമായിട്ട് പ്രകടമാകുന്നു വെച്ചാൽ ഈ അന്തരീക്ഷത്തിൽ മുഴുവനും ഓങ്കാരധ്വനിയുണ്ട് അത്രയെന്നർത്ഥം. അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ മുഴുവനും ഒന്നായി നിറഞ്ഞരുളും അഖണ്ഡമായി അനന്തമായി അദ്വയമായി സർവത്ര നിറഞ്ഞ് സർവവുമായി നിറഞ്ഞരുളുന്നതായ ഓ ആനന്ദരൂപ, ആനന്ദസ്വരൂപനായ മഹാപ്രഭോ, അവിടത്തേക്ക് നമസ്കാരം എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? എവിടെയാ, ഏതിലാ, എങ്ങനെയാ ഭഗവാൻ ഇല്ലാത്തത്? എങ്ങനെയാ ഭഗവാനെ പ്രാപിക്കാൻ വയ്യാത്തത്? എല്ലാത്തിലും എവിടെയും എന്തിലും ഏതിലും എങ്ങനെയും നിറഞ്ഞിരിക്കുന്നവനാണ് അവിടുന്ന് സൂചിപ്പിക്കുക എന്നർത്ഥം. വ്യക്തികളിൽ മനസ്സ് കൂടുതൽ സൂക്ഷ്മമാകും തോറും ധ്യാന സാധന അനുഷ്ഠിക്കുന്നതായ ആളുകൾക്ക് അത് അനുഭവപ്പെടും എന്നാണ് പറയണമെന്നർത്ഥം. അപ്പം അന്തരീക്ഷത്തിൽ ശങ്കാരനാഥം അല്ലെങ്കിൽ ഓങ്കാരനാദി ആയി മുഴങ്ങുന്ന അതേ ഭഗവത് പ്രതീകമായിട്ടുള്ളതായ ശബ്ദം തന്നെ യോഗി ഹൃദയങ്ങളിൽ അനാഹതധ്വനി എന്ന് അവർ വർണ്ണിക്കുന്നതായ ആ ശബ്ദം. ഇങ്ങനെ പല രൂപത്തിലും പലതിലും പ്രകടമാകുന്നവൻ ഏകനായ മഹാപ്രഭു മാത്രമത്രയർത്ഥം. എങ്ങനെയെങ്കിലും നാം ഇങ്ങനെ മനസ്സിനെ ക്രമേണ ഈ ബാഹ്യ വിഷയങ്ങളിൽ നിന്ന് അന്തർമുഖമാക്കി തിരിച്ച് ചിത്തവൃത്തികളെ ചിന്തകളെ ഓരോന്നിനെയാക്കി ഇല്ലാണ്ടാക്കി ചിന്തകളില്ലാത്ത ചിന്താരഹിതമായ ആ ഭാവത്തിലേക്ക് കൊണ്ടുപോയാൽ ഓരോരുത്തർക്കും ഈ സത്യസ്വരൂപൻ്റെ അനുഭവം ഉണ്ടാകും. അതിനെ മറച്ചു വെച്ചിട്ട് പല വൈവിധ്യം കാണിക്കണമെന്നുള്ളതാണ്, അത് സത്യമെന്ന് നമ്മളെ വിശ്വസിപ്പിക്കുന്നുള്ളതാണ് ഈ മനസ്സിൻ്റെ അഥവാ മായയുടെ അഥവാ അജ്ഞാനത്തിൻ്റെ പ്രവർത്തനം എത്രയെന്നർത്ഥം. അതുകൊണ്ട് ഓരോരുത്തരും അവനവൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കൂ, ഇപ്രകാരം എന്തെങ്കിലും ഒരു ഉപാസന ചെയ്യൂ, ആ ഭഗവത് സ്വരൂപത്തെ തന്നിൽ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കൂ. ഇവിടുന്നാണ് എല്ലാം പൊന്തി വരുന്നത്, അതിലാണ് എല്ലാത്തിൻ്റെയും ഉറവിടം, സോഴ്സ് എന്നർത്ഥം. ഓരോരുത്തരിലും ആ ഓങ്കാര ഉപാസനയിലൂടെ അല്ലെങ്കിൽ നാമ ഉപാസനയിലൂടെ അല്ലെങ്കിൽ നാദ ഉപാസനയിലൂടെ ആ നാദത്തിൻ്റെ ഉറവിടമായ ആ ശബ്ദതയിൽ ആ ശാന്തഭാവത്തിലെത്തുമ്പോൾ, ചിന്താരഹിതമായ ഭാവത്തിലെത്തുമ്പോൾ നാം ഈ ആകാശവീഥിയിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്നതും പാലാഴിയിൽ നിറഞ്ഞിരിക്കുന്നതും എല്ലാ ഗാനങ്ങളിൽ നിറഞ്ഞിരിക്കുന്നതുമായ ആ പരമ്പൊരുളിനെ തന്നെയാണ് സാക്ഷാത്കരിക്കുന്നത്. എല്ലാത്തിലും എല്ലാമായിരിക്കുന്നത് അവിടുന്ന് തന്നെയായതുകൊണ്ട് എന്നർത്ഥം. വേറൊരു ഭാഷയെ പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തർ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ കേന്ദ്രം, സെൻറ്റർ എന്ന് പറയാൻ വേണമെങ്കിൽ നമുക്ക് സെൻറ്റർ ഓഫ് അവർ പേഴ്സണാലിറ്റി എന്നർത്ഥം. വ്യക്തിത്വ കേന്ദ്രം, അതിലേക്ക്, അത് ഞാനാണ്. ആ ഞാനിൻ്റെ ആഴങ്ങളിലേക്ക് ഇപ്രകാരം ഇറങ്ങിപ്പോകാൻ നേരിട്ട് കഴിയില്ലെങ്കിൽ അതിനൊരു ഉപായമായിട്ടാണ് ഈ നാദ ഉപാസനയെ പറഞ്ഞിവിടെ എന്നർത്ഥം. ഇനി ആ അവസ്ഥ അനന്തവും അഖണ്ഡവും രണ്ടില്ലാത്തതും അതുകൊണ്ട് തന്നെ പരിമിതികളില്ലാത്തതും അതുകൊണ്ട് തന്നെ ആനന്ദവുമാണ് അത്രയെന്നർത്ഥം. ആ സത്യം എങ്ങനെ മറഞ്ഞു? അത് അനുഭവിക്കാനുള്ള മാർഗമെന്താ? എങ്ങനെയാ അത് ഇനി ബോധ്യപ്പെടാൻ സാധിക്കുക? അതിന് ഭഗവാന്റെ കാരുണ്യം ഉണ്ടാവണമെന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു അടുത്ത പദ്യത്തിൽ. ഞാനെന്നും ഈശ്വരനിതെന്നും വളർന്നളവ്, ജ്ഞാനദ്വയങ്ങൾ പലതുണ്ടായതിന്നു മഹാമോഹം നിമിത്തമിതു പോകും പ്രകാരമത് ചേതസ്സിലാഗമമ നാരായണായ നമാം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ഞാനെന്നും ഈശ്വരനിതെന്നും, ഇത് ഈശ്വരൻ, ഇത് ഞാൻ, ഇതാണിപ്പോൾ നമുക്കുള്ള വിചാരം. ഞാൻ വേറെ, ഈശ്വരൻ വേറെ, ഈശ്വര സൃഷ്ടമായ ജഗത്ത് വേറെ, പിന്നെ ജഗത്തിൽ ഞാൻ വേറെ, ഈശ്വരൻ വേറെ, ഞാൻ വേറെ, പ്രപഞ്ചം വേറെ, ഞാൻ വേറെ, ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ വസ്തുക്കളും വേറെ 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 വേറെ. ഇങ്ങനെ ഏതെല്ലാം തരത്തിലുള്ള നാനാത്വമാ നമ്മുടെ മനസ്സിൽ വളർന്നു നിൽക്കുന്നത്.
മുമ്പേ പറഞ്ഞു ഓങ്കാരമായ പൊരുളാണ് ഈ സമസ്ത പ്രപഞ്ചമായിരിക്കുന്നത്. പിന്നെ പറഞ്ഞു ഒന്നായ നീ തന്നെയാണ് ഇതെല്ലാമായിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പം പറയണു വീണ്ടും ജ്ഞാനദ്വയങ്ങൾ പലതുണ്ടായി, പലതിവിടെ ഉണ്ട് എന്നുള്ളതായ അറിവുണ്ടായി. ഇപ്പം നമുക്ക് ഞാനും ഈശ്വരന് മാത്രമല്ല, ജ്ഞാനദ്വയങ്ങൾ, ഈ ഭേദഭാവന, ഈ നാനാത്വം സത്യം എന്നുള്ളതായ വിശ്വാസം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടായി. എങ്ങനെയുണ്ടായത്? മഹാമോഹ നിമിത്തം. എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ ഈ ഭേദം വന്നത്? അഖണ്ഡവും ഏകവും അനന്തവുമായിരിക്കുന്ന ആ ഈശ്വര സ്വരൂപം മാത്രമാണ് ഉള്ളുവെങ്കിൽ അതിൽ പിന്നെ വേറെ ജഗത്തൊന്ന് വേറെ, ഞാനൊന്ന് വേറെ, ഭഗവാനൊന്ന് വേറെ എന്നുള്ളതായ ഭേദം എങ്ങനെ വന്നു? മോഹം നിമിത്തം, അജ്ഞാനം നിമിത്തം എന്ന് പറയാനേ പറ്റുള്ളൂ. ഒന്നേ ഇവിടെയുള്ളൂവെങ്കിൽ അതല്ലേ ബ്രഹ്മാവിനോടും പറഞ്ഞത്, അഹമേവാസമേവാഗ്രേ ന അന്യത് യത് സദസത്പരം. ഞാനല്ലാതെ ഇവിടെ യാതൊരു വസ്തുവും ഇല്ല. പശ്ചാത്തഹം, സൃഷ്ടിക്ക് മുമ്പ് ഞാൻ, സൃഷ്ടിക്ക് ശേഷവും ഞാൻ. യോ അവശിഷ്യേറസോസ്മ്യഹം, എല്ലാ നാമരൂപങ്ങളും വിലയിക്കുമ്പോഴും ശേഷിക്കുന്നവൻ ഞാൻ. അങ്ങനെയാണെങ്കിൽ ഈ സൃഷ്ടിയായിട്ട് ഇടക്കാലത്ത് പല രൂപങ്ങളും ആകൃതികളും പേരുകളും കൈക്കൊണ്ടുകൊണ്ട് നിൽക്കുന്നത് എന്താ? ഞാൻ തന്നെയാണ്. പക്ഷേ ഇത് നമുക്ക് ബോധ്യമാവണില്ല എന്നർത്ഥം. എന്താ? മോഹനിമിത്തം. ഇതാണ് മോഹം, അജ്ഞാനം, തെറ്റിദ്ധാരണ, മായ എന്നൊക്കെ പറയണത്. അതുകൊണ്ട് ഇത് പോകും പ്രകാരം അതു ചേതസ്സിലാക പ്രഭോ. ഈ മോഹം ഞങ്ങളുടെ മനസ്സിൽ നിന്ന് പോകാൻ പാകത്തിന് ആ സത്യബോധം ഞങ്ങളുടെ ഉള്ളിൽ പ്രകാശിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുക. ഇപ്പം ഇവിടെ ഈ മോഹത്തിൽപ്പെട്ടിട്ട് ഇതൊക്കെ സത്യമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാ ഇതൊക്കെ ഏകമെന്നുള്ളതായ ബോധം ഉണ്ടാവുക? തൻ്റെ സാമർഥ്യം കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് ഭഗവാനെ അവിടുത്തെ തന്നെ കൃപ വേണം. അവിടുത്തെ ചേതോ വിമോഹിനി മയക്കായികമായതവ നേരത്തെ പറഞ്ഞു അല്ലേ? ഭഗവാനെ അവിടുത്തെ മായയിൽ മോഹിച്ചിരിക്കുന്നു ലോകം, അതുകൊണ്ട് പലതായി കാണുന്നു അങ്ങേ. അതുകൊണ്ട് ഭഗവാനെ അങ്ങയുടെ മായ ഞങ്ങളുടെ മനസ്സിലെ മോഹിപ്പിച്ചിരിക്കല്ലേ. അതുകൊണ്ട് ആ മോഹം പോകും പ്രകാരം ചേതസ്സിലാകുക എന്ന് പറഞ്ഞാൽ മനസ്സിലാവണം. എന്ത്? മനസ്സിൽ അവിടുത്തെ സത്യബോധം ഉദിക്കണം. എല്ലാം അവിടെ നിന്നുള്ളതായ തിരിച്ചറിവുണ്ടായിത്തീരണം. അതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നാണ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്.